ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടേൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടി ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വറുക്കണം. പിന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നിലക്കടല ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് അവിൽ, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതും ഇതാ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഏലക്കായൻ്റെ പൊടി, ഇത് പൊടിക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഞാൻ ഈ ചക്കക്കുരുവിനെ വറുത്തെടുക്കട്ടെ. ചക്കക്കുരു വറുത്തെടുക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും. ചക്കക്കുരു വറുത്താലുള്ള ടേസ്റ്റ് നിങ്ങൾക്കെല്ലാം അറിയാലോ. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ നല്ലോണം. അപ്പോൾ ഇങ്ങനെ പൊട്ടി വരും ചക്കക്കുരുയിൽ നിന്ന് വറുത്താവുമ്പോൾ. എന്നിട്ട് അവിൽ വറക്കണം. അപ്പോൾ ഇതാ ഏകദേശം എൻ്റെ ചക്കക്കുരു വറുത്തിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തിട്ട് ഞാൻ പൊട്ടിച്ച് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കാം. ഇതാ തോടെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചൂടാന്ന് ഗൈസ്, എല്ലാ കാര്യങ്ങളും ചൂടാണ്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതാ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിന്. അപ്പോൾ ഞാനിത് തീ ഓഫാക്കാം. എന്നിട്ട് ആറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് അവിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് അവിലിന് കൊടുക്കാം. ഇത് ഇവിടുന്ന് തണ്ണിയിട്ട് കുരുവിന് അടുത്തേക്ക് മാറ്റി അതവിടുന്ന് തണിഞ്ഞിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അവിലിനെ വറുക്കട്ടെ. അവിലും വറുത്ത് തണിഞ്ഞതിൻ്റെ ശേഷം അതും നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ തേങ്ങയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. ഒന്ന് അതിൻ്റെ വെള്ളം വറ്റിച്ച് കൊണ്ടുവരും. കുറച്ച് ദിവസം വെക്കുന്നുണ്ടെങ്കിലാണ് തേങ്ങയെല്ലാം അങ്ങനെ വറുത്തിട്ടെടുക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ടെടുത്ത് തീർക്കുന്നതാണെങ്കിൽ അങ്ങനെ ആക്കുമൊന്നും വേണ്ട. സാധാരണയുള്ള പോലെ തന്നെ തേങ്ങ ചിരയിട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ അവിൽ വറുത്തിട്ട് ഞാൻ കാണിക്കാം. പിന്നെ ഗൈസ് അവിലും വറുത്തിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം പൊടിച്ചെടുക്കണം, നമ്മളെ കുരുവിനെയും എല്ലാം. ഇതാ ചക്കക്കുരു തണിഞ്ഞിട്ടെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിൽ അവിലിനെ എടുത്തിട്ട് പൊടിക്കട്ടെ. അവിലിതാ വറുത്ത് വെച്ചത് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ എല്ലാം കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇതും കൂടി പൊടിച്ചെടുത്തിട്ട് വരുന്നു ഞാൻ. ഇതൊക്കെ സവിലും പൊടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ തേങ്ങയൊന്ന് ചൂടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. തേങ്ങയെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം നാറണം. അപ്പോൾ ഇതാ തേങ്ങയായിട്ടുണ്ട്, ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത പാൻ എടുത്ത് വെക്കട്ടെ. ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ പൊടികളുണ്ടല്ലോ, ആ പൊടികൾ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്കക്കുരു അവിൽ പൊടിച്ചത് ഇത് രണ്ടും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം.
അപ്പം ആക്കി. ഇനി നമുക്ക് ഇതിനെ നല്ലവണ്ണം നെയ്യിൻ്റെ അകത്തൊന്ന് ഇളക്കിയെടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. കുറച്ചൊന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങേന ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഇനി ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ഇട്ട് കൊടുത്തു. നല്ലോണം നമുക്ക് എല്ലാം യോജിപ്പിച്ചെടുക്കാം. ഏലക്കായൻ്റെ പൊടി ഞാനിത് പൊടിക്കുമ്പം ചേർത്തതാണ്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ഇടാത്തത്. ഇനി നമുക്ക് ഉരുക്കി വെച്ച വെല്ലം ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി വെച്ച വെല്ലവും ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ 2 സാധനം കൂടി ഇട്ട് കൊടുക്കാം. 2 അല്ല 3 സാധനം. എന്തെല്ലാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിലക്കടല ഉണ്ടല്ലോ, ഇതാ നിലക്കടല പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ഈത്തപ്പഴം അത് ഞാനൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത പോലെയാക്കി എന്നിട്ടെടുത്തിന്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇടക്കിടക്ക് കടിക്കുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടയാണിത്. എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കണം. ഇനി ഒരു സാധനവും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എള്ളുണ്ടല്ലോ, വെളുത്ത എള്ളാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്ന. വെളുത്ത എള്ള്, കറുത്ത എള്ളല്ല, വെളുത്ത എള്ളും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മിനിറ്റ്. അപ്പം അതും കൂടി ആക്കിയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാം കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ ഗൈസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതാ വെള്ളം ഇടുന്നുണ്ടേ, എല്ലാവരും കാണുന്നുണ്ടല്ലോ ഞാനിടുന്നത്. ഇതാ അപ്പോൾ ഇതാ വെള്ളം കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ടേ. വെള്ളം ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ഇനി ഒരു ലേശം കൂടി ഞാൻ നെയ്യൊന്ന് ഇതിൻ്റെ അകത്തേക്ക് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പം എല്ലാം കൂടി അടിപൊളിയായി വരും കണ്ട. എന്നിട്ട് അധികം ചൂടാറുന്നതിലടക്ക് നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം. പ്ലേറ്റിലേക്ക് മാറ്റി എന്നിട്ട് അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോളെ, കണ്ട കുറച്ച് നെയ്യ്. അപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇനിയൊന്നും ചെയ്യാനില്ല, നമ്മളെ പരിപാടിയെല്ലാം ഇവിടെ റെഡിയായി. കണ്ടല്ലോ, ഇതാണ് പരിപാടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് എന്തെല്ലാമെന്ന് ചേർത്തെന്നെല്ലാം ഞാൻ പറഞ്ഞു തന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തെല്ലാമെന്ന് ചേർക്കുന്നതെന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇനി ഞാൻ തീ ഓഫാക്കുന്നതാണേ. തീ ഓഫാക്കി വാങ്ങട്ടെ. ഇതാ ഗൈസ്, ഇവിടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചൂടോടെ ഞാൻ ഉരുട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കുമേ. അപ്പം ചെറിയ തോതിലൊന്ന് എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, ഇതാ നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയിട്ടെടുക്കാം. ഒന്നും വേറെയൊന്നും ഞാൻ
എണ്ണയും നെയ്യും ഒന്നും കയ്യിലൊന്നും ആക്കിയിട്ടില്ല. ഇതാ ഇളം ചൂടോടെയാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. കണ്ടല്ലോ. അപ്പോൾ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ട ഇതാ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് തരണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.